കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളിൽ വിള്ളലുകൾ വീഴുന്നതും സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്ന പുതിയ നിലപാടുകളും രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ചും ഭരണകക്ഷിയായ CPM-നെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മതപരവും വർഗീയപരവുമായ പ്രസ്താവനകളോട് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ വിപരീത ഫലം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുകയാണ്. മലബാറിലെ രാഷ്ട്രീയ ചലനങ്ങളും ഇടതുപക്ഷവും മുസ്ലിം വോട്ടുകൾ നിർണായകമായ മലബാറിലെ ഇടതുപക്ഷ നേതാക്കൾക്കിടയിലാണ് ഈ ആശങ്ക ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളിൽ വരുന്ന മാറ്റം പാർട്ടിയുടെ അടിത്തറ ഇളക്കുമോ എന്ന ഭയമാണ് ഇതിനു പിന്നിൽ. പ്രത്യേകിച്ചും കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. 1989-ൽ സമസ്ത പിളർന്നതിന് ശേഷം കാന്തപുരം വിഭാഗം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ CPM-ന്റെ പല വിജയങ്ങളിലും ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില പരാമർശങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നുമുണ്ട്. മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്ന കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് CPM-നെ ഗൗരവമായ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ നടത്തിയ ചില പരാമർശങ്ങൾ ഈ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മുസ്ലിം സമൂഹത്തെ ആകെ എതിർപക്ഷത്ത് നിർത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരെ സമസ്തയുടെ ഇരു വിഭാഗങ്ങളും രംഗത്ത് വന്നു. ഇതിൽ AP വിഭാഗം സ്വീകരിച്ച കടുത്ത നിലപാടാണ് മന്ത്രിയെ കൊണ്ട് തന്റെ പ്രസ്താവന നിരുപാധികം പിൻവലിപ്പിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില നിരീക്ഷണങ്ങളോടും കാന്തപുരം വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ ഒന്നായ ഈ വിഭാഗം അകന്നുപോകുന്നത് തടയാൻ ഉന്നതതല ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ അസ്വസ്ഥതകൾ പുകയുകയാണ്. മലബാറിലെ പല മണ്ഡലങ്ങളിലും ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് ഇടതുപക്ഷം വിജയിച്ചു വരുന്നത്. അവിടെ ഇത്തരം സാമുദായിക അതൃപ്തികൾ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാന ഘടകം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനെയും UDF-നെയും അദ്ദേഹം നിരന്തരം കടന്നാക്രമിക്കുന്നുണ്ട്. കേരളീയ സമൂഹത്തിൽ മുസ്ലിം വിരോധം വളർത്താനാണ് ഇത്തരം പരാമർശങ്ങൾ സഹായിക്കുന്നതെന്ന വിമർശനം ശക്തവുമാണ്. NSS SNDP ഐക്യം എന്നത് കേവലം സമുദായങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലല്ല, മറിച്ച് അതൊരു ഹിന്ദു ഐക്യം എന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുമുണ്ട്. ഇത്തരമൊരു ധ്രുവീകരണം സംഭവിച്ചാൽ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ BJP ആയിരിക്കും. ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കായ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം വർഗീയ ചിന്തകൾ സ്വാധീനം ചെലുത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. വോട്ട് ബാങ്കിലെ മാറ്റങ്ങൾ CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇങ്ങനെയാണ്. ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ചോരുന്നത് തടയാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായ അതൃപ്തി വോട്ടുകളായി UDF-ലേക്ക് തിരിയാൻ കാരണമാകുന്നു. ഈ ഇരട്ട പ്രഹരം പാർട്ടിയെ തളർത്തും. മുസ്ലിം ലീഗ് നേതാക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ വേദികളിൽ സജീവമാകുന്നത് ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് പാർട്ടി കാണുന്നത്. മനുഷ്യരോടൊപ്പം എന്ന പേരിൽ നടന്ന കേരള യാത്രയിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ പങ്കെടുത്തത് വർഷങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ അകലം കുറയുന്നതിന്റെ സൂചനയാവാം. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി UDF-നെ ആക്രമിക്കുന്നത് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ സഹായിക്കുമെന്ന ചില നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ പാളുന്നതായാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ തങ്ങളെയും ബാധിക്കുന്നുവെന്ന തോന്നൽ പൊതുവായ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നത് തിരിച്ചടിയാണ്. സജി ചെറിയാന്റെ പ്രസ്താവന ഇതിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ മുഖത്തിന് ഇത്തരം സംഭവങ്ങൾ മങ്ങലേൽപ്പിക്കുന്നുവെന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുമുണ്ട്. തീവ്ര വർഗീയതയെ എതിർക്കുമ്പോൾ അതൊരു സമുദായത്തിനെതിരെയാണെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ പാർട്ടി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യം ഉയരുന്നുമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വലിയൊരു വെല്ലുവിളിയാണ്. സാമുദായിക സംഘടനകളെ പിണക്കാതെയും എന്നാൽ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെയും മുന്നോട്ട് പോവുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചൊരു അഗ്നിപരീക്ഷയാണ്. മലബാറിലെ സുന്നി വോട്ടുകളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ അത് പാർട്ടിയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കും. അതേസമയം തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് പോകാതെ കാത്തുസൂക്ഷിക്കുകയും വേണം. ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരേ സമയം നേടിയെടുക്കുക എന്നത് CPM-ന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ പരീക്ഷണമായിരിക്കും. മൃദു നിലപാടുകൾ ഉപേക്ഷിച്ച് കൃത്യമായ രാഷ്ട്രീയ വ്യക്തതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ പാർട്ടി നേരിടേണ്ടി വരുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ മുന്നറിയിപ്പ്.